നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യയിൽ പുതിയ ട്രാഫിക് നിയമം നടപ്പിലായിരിക്കുകയാണ്. 12 വർഷമായ നിയമമാണ് ഇപ്പോൾ പരിഷ്കരിച്ച് മുന്നോട്ടെത്തിയിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം ഒരു ട്രാഫിക് കുറ്റത്തിന് ഒരു ബ്ലാക്ക് പോയിന്റും വച്ചുകിട്ടും. 90 പോയിന്റ് എത്തിയാൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടും. ആദ്യ നിയമലംഘനം മുതൽ 3 വർഷത്തിനുള്ളിൽ 90 പോയിന്റ് എത്തുന്നവരുടെ ലൈസൻസ് 1 വർഷത്തേക്കും, കുറ്റം ആവർത്തിച്ചാൽ അടുത്ത 90 പോയിന്റ് എത്തുമ്പോൾ 3 മാസത്തേക്കുമാണ് ക്യാൻസൽ ചെയ്യുക. കുറ്റം ആവർത്തിച്ചാൽ 3-ാം തവണ 6 മാസത്തേക്കും 4-ാം തവണ സ്ഥിരമായുമാണ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നത്. ലൈസൻസ് പോയാൽ പുതിയ അപേക്ഷ നൽകാൻ 1 വർഷം കാത്തിരിക്കണം. കൂടാതെ നല്ല നടപ്പിനുള്ള ശിക്ഷ വേറെ ലഭിക്കും. 1 മാസം അധികൃതർ നിർദ്ദേശിക്കുന്ന ക്ലാസിനും പങ്കെടുക്കേണ്ടി വരും. സൗദിയിൽ പുതിയ ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി നിയമലംഘകർക്ക് ബ്ലാക്ക് പോയിന്റ് സംവിധാനം നിലവിൽ വരുന്നു. ഡ്രൈവിംഗ് കാര്യക്ഷമമാക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയോടെ നടപ്പാക്കുന്ന ഈ സംവിധാനം 6 മാസത്തിനകം പ്രാബല്യത്തിൽ വരും. ആദ്യ ലംഘനം നടന്ന 3 വർഷത്തിനകം 90 പോയിന്റ് ഒരാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉൾക്കൊള്ളുന്നതാണ് പരിഷ്കാരം. ട്രാഫിക് നിയമ ലംഘനങ്ങളെക്കുറിച്ചുള്ള കേസുകളും പരാതികളും പ്രത്യേക കോടതിയിലായിരിക്കും പരിഗണിക്കുക. ഓരോ ലംഘനങ്ങളുടെയും തീവ്രതയനുസരിച്ചാണ് പോയിന്റുകൾ ചേർക്കപ്പെടുക. 1 വർഷത്തിനുള്ളിൽ 2-ാമത്തെ തവണ പൊതുസുരക്ഷയെ അപകടത്തിലാക്കുന്ന നിയമലംഘനം ആവർത്തിച്ചാൽ പരമാവധി പോയിന്റുകൾ ഉപയോഗിച്ച് പിഴ ഈടാക്കും. 1 വർഷത്തിനുള്ളിൽ ഇതേ ലംഘനം ആവർത്തിച്ചാൽ ഡ്രൈവർ ജയിൽ ശിക്ഷയോ ഇരട്ടിപ്പിഴയോ നൽകേണ്ടി വരും. വേഗത, മദ്യപിച്ച് വാഹനം ഓടിക്കൽ, റോഡ് അടയാളങ്ങൾ അവഗണിക്കൽ, അപകടകരമായ ഓവർടേക്കിംഗ് എന്നിവയാണ് പൊതുസുരക്ഷാ ലംഘനങ്ങളിൽ ഉൾപ്പെടുക. അങ്ങനെ സൗദി അറേബ്യയിൽ ഇത്തരത്തിൽ പുതിയ ട്രാഫിക് നിയമമാണ് നടപ്പിലായിരിക്കുന്നത്. എന്നാൽ 12 വർഷമായ നിയമമാണ് ഇപ്പോൾ പരിഷ്കരിച്ചെത്തിയിരിക്കുന്നത് തന്നെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.